ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മലക്കപ്പാറ യാത്രയിൽ കണ്ട ഒരു കൂട്ടം പിടിയാനകളുടെ വീഡിയോ ആണ്. സാധാരണ നമ്മൾ മലക്കപ്പാറയിൽ 2 വീലറിനാണ് പോവാറ്. പക്ഷേ ഇത്തവണ ഞാൻ ഒറ്റയ്ക്ക് KSRTCയിൽ പോയ ഒരു ട്രിപ്പായിരുന്നു ഇത്. അപ്പോൾ ധാരാളം പിടിയാനകളെ കണ്ടുട്ടോ നമ്മൾ പോകുന്ന വഴിക്ക്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഇതുപോലെ ഡാമിൻ്റെ സൈഡിലൊക്കെ ധാരാളം ആനകളുണ്ടാവും. അപ്പോൾ നമുക്ക് 2 വീലറിന് വരുന്ന സമയത്ത് പലപ്പോഴും എങ്ങും നിർത്താനൊന്നും പറ്റില്ല. പക്ഷേ KSRTCയിൽ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇവരെ കാണാനും പറ്റും, കുറച്ച് നേരത്തേക്ക് ഇതിനേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു മലക്കപ്പാറ ഭാഗത്ത് ആദ്യമായിട്ടാട്ടോ ഈ ഒരു ഒറ്റക്കൊമ്പനെ കാണുന്നത്. ഈ നിൽക്കുന്നത് ഒരു പിടിയാനയും ഒരു ഒറ്റക്കൊമ്പനാണ്. അവന് പകുതി വാലും ഇല്ല കേട്ടോ. അപ്പോൾ രണ്ടുപേരും അങ്ങനെ ചേർന്ന് നിന്ന് ഡാമിൻ്റെ ഭംഗിയൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൊമ്പുണ്ട് കേട്ടോ. ഇപ്പുറത്തെ ഭാഗത്ത് കൊമ്പില്ല. നേരത്തെ ഇതിൻ്റെ കൊമ്പ് കാണാൻ പറ്റിയിരുന്നു ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നപ്പോൾ. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നിന്നിട്ട് ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കാം കേട്ടോ. ഇപ്പോൾ അതിൻ്റെ കൊമ്പ് ചെറുതായിട്ട് കാണാം. അപ്പോൾ ഇവരുടെ കൂടെ വേറെ ഒത്തിരി പിടിയാനകളും കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 കൊമ്പന്മാരാണ് ഈ ഒരു പിടിക്കൂട്ടത്തിലുള്ളത്. അപ്പോൾ അതിൽ ഒരു ഒറ്റക്കൊമ്പനാണ് ഈ നിൽക്കുന്നത്. അവരുടെ തൊട്ടടുത്ത് തന്നെ 2 പിടിയാനകളും പിന്നെ അവരുടെ കുട്ടികളും ഒരു ഡാമിൻ്റെ ഭാഗത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ നിൽക്കുന്ന ആനകൾ ഈ ഡാമിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് നീന്തി പോകാൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വെള്ളത്തിൽ കിടക്കുന്ന ഒരു ആന കണ്ടില്ലേ, മറ്റേ ആ ഒരു കുഞ്ഞാനയെ കൊണ്ട് നീന്തി അപ്പുറത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആ കൂടെയുള്ള ആന ഇച്ചിരി വലുതായതുകൊണ്ടാണ് അതിനെ കൊണ്ട് ആ ഒരു ഡാം കടക്കാൻ പോകുന്നത്. അപ്പോൾ ആ കരയിൽ നിൽക്കുന്ന ആനയുടെ കൂടെ നിൽക്കുന്ന കുഞ്ഞ് തീരെ ചെറുതാണ്. അപ്പോൾ ആ ഒരു ആനയ്ക്ക് ഒറ്റയ്ക്ക് ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് ആ ഒരു ഡാം കടക്കാൻ പറ്റില്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഹെൽപ്പിനായിട്ട് വേറൊരു ആശാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർ 2 പേരും കൂടെ കൂടിയിട്ട് ആ ഒരു കുഞ്ഞാനേനെയും കൊണ്ട് ഡാം കടക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു ആന വരാൻ വേണ്ടിയിട്ട് മറ്റേ പിടിയാന അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു തോന്നുന്നു. അപ്പോൾ നേരത്തെ കടന്നു പോയ ആന ഡാമിൻ്റെ നടുക്ക് മറ്റേ കുട്ടിനെയും കൊണ്ട് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ വന്നു കഴിഞ്ഞപ്പോൾ മറ്റേ ആ ഒരു പിടിയാന ആ ഒരു തീരെ പൊടിയായിട്ടുള്ള ഒരു കുട്ടീനെയും കൊണ്ടിട്ട് ഡാമിലേക്ക് ഇറങ്ങി. ഇനി അവർ 2 പേരും കൂടെ ചേർന്നിട്ട് ആ ഒരു കുട്ടിയാനേനെയും കൊണ്ട് ആ ഒരു ഡാം കടക്കും കേട്ടോ. വളരെ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ചെറിയ ആന ഇങ്ങനെ ഡാം നീന്തി കടന്നു പോകുന്നത് കാണുന്നത്. അപ്പോൾ ചെറിയ ആനക്കുട്ടികൾ വരെ നീന്താൻ ഭയങ്കര എക്സ്പേർട്ടാണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. കാരണം അവർ വളരെ ഈസി ആയിട്ടാണ് ആ ഒരു പിടിയാനക്കൂട്ടത്തിനൊപ്പം ആ ഒരു ഡാം നീന്തി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് നീന്തി പോയ ആ ഒരു പിടിയാനയും കുട്ടിയാനയും കേട്ടോ അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ രണ്ടാമത് നീന്തി വരുന്നവരെ ഞാനിപ്പോൾ തന്നെ കാണിക്കാം. അവർ പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ അവർ ആ ഒരു മരത്തിൻ്റെ ഒരു ചില്ല കാരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഫസ്റ്റ് നീന്തി പോയവരിപ്പോൾ ഡാമിൻ്റെ ഒരു ഭാഗത്തേക്ക് എത്താറായി. ഡാമിൻ്റെ നടുക്കലത്തെ ഭാഗത്തെത്തിയപ്പോൾ അവർ ഭയങ്കര സ്പീഡായിട്ട് നീന്തിയെങ്കിലും കര എത്താറായി കഴിഞ്ഞപ്പോൾ അവർ പതുക്കെയാണ് നീന്തുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു പിടിയാനയ്ക്ക് അവിടെ കാല് നിലത്തെത്തിയെന്ന് തോന്നുന്നു. നീന്തലൊക്കെ അവസാനിപ്പിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ ആ ഒരു കുട്ടിയാനെ ഇപ്പോഴും മുങ്ങിത്താണ് അങ്ങനെ നീന്തി കളിക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് തുമ്പിക്കൈ ഇങ്ങനെ ഉയർത്തി ശ്വാസം പിടിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തന്നെ വേറെ 2 ആനകൾ ഒരു കുഞ്ഞ് ആനയും കൊണ്ട് നീന്തി വന്നല്ലോ. അവരിതിൻ്റെ തൊട്ട് പുറകെ തന്നെയുണ്ട്. ഞാനിപ്പോൾ തന്നെ അവരെയും കാണിക്കാം. നീന്തി ഇവരുടെ ഒപ്പം എത്താറായിട്ടുണ്ട്. കണ്ടില്ലേ, ആ ഒരു കുഞ്ഞാനയും കൊണ്ട് എത്ര കെയർഫുള്ളായിട്ടാണ് അവർ ആ ഒരു ആനേനെ കൊണ്ടുവരണേന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ആ 2 ആനകളും കൂടെ കൂടിയിട്ട് മറ്റേ ആനേനെ ചേർത്ത് പിടിച്ചിട്ടാട്ടോ ആ ഒരു ഡാമിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരുന്നത്. അങ്ങനെ ഇപ്പോൾ എല്ലാ ആനകളും ഡാമിൻ്റെ മറുഭാഗത്ത് എത്തിയിട്ടുണ്ട്. വളരെ സേഫായിട്ട് തന്നെ ആ ഒരു ചെറിയ ആനകളെയൊക്കെ അവർ അപ്പുറത്തെ ഭാഗത്തേക്ക് എത്തിച്ചു. ഇനി ഇവർ ഇവിടെ നിന്ന് കയറി നേരെ ആ ഒരു മണലൊക്കെ കിടക്കുന്നുണ്ടല്ലോ, ഇനി അവിടെയൊക്കെ ചെന്നിട്ട് മണ്ണൊക്കെ വാരി മെത്തിട്ട് ആ ഒരു പുല്ലൊക്കെ പറിച്ച് അവിടെ തിന്ന് നിൽക്കും. കാരണം ഇനിയും ഒരുപാട് ആനകൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വരാനുണ്ട്. ആനകൾ എപ്പോഴും അങ്ങനെയാണ്, അവരുടെ കൂട്ടം എപ്പോഴും അടുത്ത് വന്നതിന് ശേഷമാണ് അവർ അടുത്ത ഭാഗത്തേക്ക് മാറിപ്പോവുള്ളൂ. അപ്പോൾ നമ്മൾ KSRTC ബസ്സിലിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്ര ക്ലിയർ ആയിട്ട് ഈ ഒരു വിഷ്വൽ ഇങ്ങനെ കൃത്യമായിട്ട് ഈ മുകളിൽ നിന്ന് തന്നെ കിട്ടുന്നത്. ഒരു ഡാമിൻ്റെ നീന്തുമ്പോഴായാലും നമുക്ക് ഈ ഒരു വിഷ്വൽ എടുക്കാൻ പറ്റിയത് നമ്മൾ KSRTCയിൽ അത്രയും ഉയരത്തിലിരിക്കുന്നത് കൊണ്ട് മാത്രം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു പിടിയാനക്കൂട്ടം എപ്പോഴും അവരുടെ കുട്ടി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ കാണുന്ന സമയത്ത് ഈ ഒരു കുട്ടീനെ നമ്മളെ കാണിക്കാനായിട്ട് സമ്മതിക്കില്ല. അതിനിങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തിയിട്ടാണ് കൊണ്ടുപോകുള്ളൂ. പക്ഷെ നമ്മൾ ഇത്ര ദൂരെ നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ആ ഒരു കുട്ടീനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. എന്നിരുന്നാൽ പോലും 2 പിടിയാനകളുടെ സംരക്ഷണത്തിലാണ് ആ ഒരു കുട്ടി ഇപ്പോൾ നിൽക്കുന്നത് തന്നെ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആനകളൊക്കെ സേഫായിട്ട് കരഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്ത് ഇപ്പോഴും നമ്മുടെ ആ ഒരു ഒറ്റക്കൊമ്പനും ഒരു പിടിയാനയും പിന്നെ വേറൊരു കൊമ്പനും ഉണ്ട് കേട്ടോ. അവർ ഇതുവരെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല.
അപ്പോൾ അവരും കൂടെ വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു പിടിയാനക്കൂട്ടം ഇവിടെ നിന്ന് പോവുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും പോവില്ലൊന്നും ഉണ്ടാവില്ല, ഏകദേശം വൈകുന്നേരമൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തിന്നിങ്ങനെ നിൽക്കാനാണ് ചാൻസ്. ഇപ്പോൾ അത് അവർ അവിടെ നിന്നിട്ട് വെള്ളമൊക്കെ കുടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഡാമിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്ന് നമ്മുടെ ഒറ്റക്കൊമ്പനും അവൻ്റെ കൂട്ടുകാരി ആ ഒരു പിടിയാനയും കൂടെ ഡാം നീന്തി കിടക്കാനായിട്ട് വരികയാണ്. അവരിനിയിപ്പോൾ നേരത്തെ കണ്ട ആ ഒരു പിടിയാനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന കാഴ്ചയായിട്ടാണ് കാണുന്നത്. അവർ കുറേ നേരം അവിടെ അപ്പുറത്തേക്ക് മാറി നിന്ന് ഡാമിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ആനക്കൂട്ടമൊക്കെ അപ്പുറത്തേക്ക് എത്തിയ സ്ഥിതിക്ക് നമ്മുടെ ഇവരും കൂടെ ആ ഒരു കൂട്ടത്തിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവരും ഇതാ ഒരുമിച്ച് അങ്ങനെ നീന്തി ഡാം കടന്നു പോണ കാഴ്ചയായിട്ടോ കാണുന്നത്. ഇനിയിപ്പോൾ ഇവരെ കൂടാതെ ഒരു കൊമ്പനും കൂടെ ഈ ഒരു കൂട്ടത്തിലുണ്ട്. അവൻ അങ്ങനെ ഒറ്റപ്പെട്ട് അങ്ങോട്ട് മാറി നിൽക്കാട്ടോ. അവനിപ്പോൾ കാണാൻ പറ്റുന്നില്ല. അവനെ കാണാൻ പറ്റുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ പിടിയാനയും ഒരൊറ്റ കൊമ്പനും ഇതാ നീന്തി ഡാമിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിവരിങ്ങനെ നീന്തി വരുന്നതൊന്നും കാണിക്കാഞ്ഞ്. അപ്പോൾ ഇത് അവർ നമ്മുടെ ഡാമിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് എത്തി മറ്റൊരു കൂട്ടത്തിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പിടിയാന കേട്ടോ ഫസ്റ്റ് തന്നെ പോകുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഈ ഒരു പിടിയാനയ്ക്ക് ഒറ്റക്കൊമ്പൻ്റെ കൂടെ നടന്നാൽ മതിയായിരുന്നു. പെട്ടെന്നാണെന്ന് തോന്നുന്നു ആൾ തീരുമാനം മാറ്റിയത്. ഡാം കിടന്ന് അപ്പുറത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു ഒറ്റക്കൊമ്പനെ വിട്ട് മറ്റേ ആ ഒരു പിടിയാനക്കൂട്ടത്തിലേക്ക് ജോയിൻ ചെയ്തു കേട്ടോ ആ ഒരു പിടിയാനയും. അപ്പോൾ നമ്മുടെ ഒറ്റക്കൊമ്പൻ ഇവിടെ വെള്ളമൊക്കെ കുടിച്ച് ഡാമിൻ്റെ കരയ്ക്ക് അങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒറ്റക്കൊമ്പനും ഇതാ ഒരു പിടിയാനക്കൂട്ടത്തിൻ്റെ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് മലക്കപ്പാറ വന്നിട്ട് ആനക്കാഴ്ചകൾ തന്നെയായിരുന്നു. ഞാൻ പലപ്പോഴും KSRTC ബസ്സിൽ വരുമ്പോഴാണ് എനിക്ക് കൂടുതലും ആനക്കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് വൈകുന്നേര സമയത്ത് കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് ഈ ഡാമിൻ്റെ ഭാഗത്തേക്കൊക്കെ ഒരുപാട് ആനകൾ വരും. പക്ഷേ നമ്മൾ 2 വീലറിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സമയപരിധി ഉണ്ട്. നമുക്ക് പെട്ടെന്ന് അപ്പുറത്തേക്ക് എത്തണം. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പക്ഷേ നമ്മൾ KSRTCക്ക് വരുമ്പോൾ നമുക്ക് റിലാക്സ് ആയിട്ട് കാര്യങ്ങളും സ്ഥലങ്ങളും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഇതുപോലെ ആനേനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് കണ്ട് ആസ്വദിക്കാം. കാരണം നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല, ഇവരെ മാത്രം നോക്കി ഇങ്ങനെ നിന്നാൽ മതി. അങ്ങനെ നമ്മുടെ ഒറ്റക്കൊമ്പനും ആ നേരത്തെ വന്ന പിടിയാനയൊക്കെ നമ്മുടെ ആ ഒരു ആദ്യം ഡാം കടന്ന പിടിയാനക്കൂട്ടത്തിലേക്ക് ജോയിൻ ചെയ്ത് നിൽക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മലക്കപ്പാറ യാത്രയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാമിൻ്റെ പരിസരത്തൊക്കെ നോക്കാം. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആനേനെയൊക്കെ കാണാൻ പറ്റും. ഞാൻ ഒരുപാട് യാത്രയൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മളിങ്ങനെ മലക്കപ്പാറ റൂട്ടിൽ ആനേനെയൊക്കെ കണ്ടു തുടങ്ങിയത്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും എനിക്ക് KSRTCയിൽ വരുമ്പോഴാട്ടോ കൂടുതലും ആനക്കാഴ്ചകൾ കാണാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവരുടെ കൂടെ വേറൊരു കൊമ്പനും കൂടി ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അത് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു കൂട്ടത്തിൽ ചേരാതെ അത് അപ്പുറത്ത് വേറൊരു ഭാഗത്ത് പോയിട്ട് ഡാമിൻ്റെ അങ്ങേ അറ്റത്തെ സൈഡിൽ പോയിട്ട് നിൽക്കുക കേട്ടോ. അതാ കണ്ടില്ലേ, അവിടെ ഒറ്റയ്ക്ക് പോയി അവിടെ നിൽക്കുകയാണ്. അവന് ഇതിൻ്റെ ഒരു കൂട്ടത്തിൽ ചേരാൻ താല്പര്യമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം കേട്ടോ. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ മറ്റു കാഴ്ചകളായിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.